ഹായ്, നമ്മളപ്പോൾ ഒരു സൺഡേ വ്ളോഗാണ്, ചെറിയൊരു വ്ളോഗാണ്. നമ്മൾ സൺഡേ കാലത്തെ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മളത് റെഡി ആവലൊക്കെ കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിലേക്ക് പോയി സൺഡേ എന്താണ് പരിപാടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ബൈ. നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്പർ 1 അമ്പലത്തിൽ വന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലം അല്ലേ? അതെ, റിസപ്ഷനും അതെ, നടന്ന അമ്പലം. നമ്മൾ അന്നത്തെ വീഡിയോയിൽ കണ്ട അതേ അമ്പലം. അവിടെ പൂര പറയും. അപ്പം അതിന് മുമ്പ് നമ്മളൊന്ന് എറണാകുളത്ത് ആയതുകൊണ്ട് അമ്പലത്തിൽ വരലോ നടക്കില്ല. ഇപ്പോൾ ഒന്ന് തൊഴുതിട്ട് പോകാം. നമ്മളപ്പോൾ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ നല്ല രസമാണ്. ഞാൻ വൈകിട്ട് അമ്പലത്തിൽ പോണേക്കാളും ഒരു ഇത് കൂടുതൽ രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തോടെ പോയിട്ട് വരാം. പൂരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നമ്മൾ അടുത്ത അമ്പലവും കവർ ചെയ്തു. കറക്റ്റ് ടൈമിൽ ഭഗവാൻ ഉറങ്ങണേന് തൊട്ടുമ്പായിട്ട് നമ്മളെത്തില്ലേ? ഇതാ പോകുന്നു കുറച്ച് അതെന്താ ടെമ്പിൾ ഫ്ലവറാ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്പലം. അങ്ങനെ രാവിലത്തെ ടെമ്പിൾ വിസിറ്റ് നമ്മുടെ അവസാനിച്ചിരിക്കുന്നു. അമ്പലത്തിൽ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട്. ഇന്ന് വൈകിട്ട് പറ്റിയ മറ്റേ നന്ദ ഗോവിന്ദൻ ടീം നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ കാണാൻ പോകാൻ പറ്റിയ നമുക്ക് അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാം. നോക്കാം, പോവാനുള്ള ചാൻസ് കൂടുതലാണ്, കുറവുണ്ട്, അറിയില്ല. ആ സമയത്ത് നോക്കാം. ഞങ്ങൾ കണ്ണേട്ടൻ്റെ ഓർമ്മകൾ ഇറക്കാൻ വന്നതാണ്. കണ്ണീട്ടൻ ഫുട്ബോൾ കളിച്ച പാടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാടം കൊണ്ട് കാണിച്ചു. പണ്ട് കളിച്ച, ഇപ്പൊ കളിക്കാറില്ലല്ലോ. ഇപ്പൊ പ്രാരാബ്ധമായപ്പോ കളിയൊക്കെ നിർത്തി. ഇവിടെ നിന്ന് നേരെ ബാക്കിലോട്ട് പോയ അമ്പലം, മുണ്ടോളി അമ്പലം. നല്ല കാറ്റുണ്ട് കേട്ടോ. പാടാകുമ്പോ കാറ്റുണ്ടാവില്ലേ? അയ്യേ, വെയിലത്ത് പാടത്തൊന്ന് കണ്ടിട്ട് നല്ല രസമുണ്ട്. അതെ, കുറച്ചുകൂടി ഉച്ച വെയിലാണെങ്കിൽ നല്ല രസമാണ്. പക്ഷെ ആ പാടത്തിന് നടുക്കൂടെ ഒക്കെ ആൾക്കാരൊന്നുണ്ട്. അവിടെ വഴിയുണ്ടാ, അതൊന്ന് വഴിയാ. അതിൻ്റെ അപ്പുറത്ത് ഫുട്ബോൾ ടൂർണമെൻ്റ് കണ്ട അവിടെ ആ ഒരു ഭാഗം ഒരു ചെറിയ എടുത്താക്കിയിട്ടുണ്ട്. ടൂർണമെൻ്റ് അടുത്ത് അടിപൊളിയാണ്, നല്ല വൈബ്സ് അല്ല. വെയിലില്ലെങ്കിൽ വൈകുന്നേരം ഭയങ്കര വെയിൽ. ചൂണ്ടിടാനൊക്കെ ആൾക്കാർ വരുന്ന സ്ഥലം അവിടെ ആ കറക്റ്റാ ഭാഗം. ഇവിടെ സൈഡിൽ കുളമൊക്കെ ഉണ്ട്. കുളം ഭയങ്കര പണ്ടൊക്കെ നല്ല ഷോകായി ഇപ്പം പായലൊക്കെ ഒന്ന്. നമ്മളപ്പോൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് വീട്ടിലെത്തി. ബാക്ക് ടു നോർമൽ. എന്ത് പറയാൻ, ഇനി കുറച്ച് പരിപാടികൾ നിന്ന് അപ്പം അതൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് പരിപാടിക്ക് പോകുമ്പോൾ കാണാം. നമുക്ക് ഇനി പണികൾ ഒരുപാടുണ്ട്. തുണി അലക്കണ്ടേ? അതെ അതെ, തുണി അലക്കി ഇടണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. പണിയൊക്കെ ചെയ്ത് പിന്നെ വിരുന്നിന് പോകണം അല്ലേ? നമ്മുടെ ഇവിടെ അടുത്തൊരു വീട്ടിൽ വിരുന്നിന് പോകാനുണ്ട്. പോകണം. അത് എപ്പോഴാണ് പോവാ? ഉച്ചയ്ക്ക് അപ്പം അതിന് പോകണം. അത് കഴിഞ്ഞിട്ടാണ് നന്ദഗോപത്തിന്. അതൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ള അറിയാൻ പാടില്ല. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം. അപ്പോൾ പോയി വരുന്നതൊക്കെ അനുസരിച്ച് നേരത്തെ വരാൻ പറ്റുകയാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ കണക്കില്ല. നോക്കാം. ഇതുവരെ നന്ദഗോവിന്ദത്തിൽ പോയിട്ടില്ല. ഭയങ്കര ആഗ്രഹമാണ്.
സെറ്റ് ചെയ്യാം നമുക്ക്. നോക്കാം. വണ്ടി കഴുകുകയാണ് ഗൈസ്. എന്താ കണ്ടിട്ടൊന്നും പിണ്ടാത്തെ? കടേണ്ട അപ്പോൾ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇനിയിപ്പോൾ തുണി അലക്കാനുണ്ട്, കുറേ ഉണ്ട് അലക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അലക്കി ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക്, പറഞ്ഞില്ല വിരുന്നിന് പോകണം എന്ന്, അതിന് പോവാൻ. നമുക്ക് വേഗം സെറ്റ് ചെയ്യാം. സൺഡേ നമ്മൾ മതിലൊക്കെ കഴുകാണ്. പൂരം വരില്ലേ, പൂരത്തിൻ്റെ പരിപാടികളുടെ മതിലൊക്കെ മുഴുവൻ കഴുകി എല്ലാം സെറ്റാക്കാണ്. അയ്യമ്മേ, ഗൈസ്, അപ്പം നമ്മൾ തുണി അലക്കലും വണ്ടി കഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ലക്കിയെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാൾ. യെസ് ലക്കി, ലക്കി അവിടെ പോവാ. ലക്കി കുളിക്കണ്ടേ നമുക്ക്? ലക്കി നോക്കി നോക്കി. ഞങ്ങൾ പോസ് ചെയ്യാൻ പരീക്ഷക്കാരെ. കണ്ണനും ലക്കിയും പൊരിഞ്ഞടിയ ഗൈസ്. കുളിപ്പിച്ച് നിർത്തിയാലാക്കി മണ്ണി പോയി ചാടി, പിന്നെ കോളായി. കളിക്കാൻ തന്നെ കിട്ടും. അതിലേക്ക് വരുന്നോ വേണം, അടി വേണം. അയ്യോ കണ്ടിട്ട് പോയി, ദേ പോണു, വേണമെങ്കിൽ പോയി. ഇങ്ങ് വാ, ദേ പോകുന്നു, വന്ന് വിളിക്കേ, ബാ ഇങ്ങ് വാ. പോയി കേട്ടോ, പിണങ്ങി നിൻ്റെ അടുത്ത്, ഇനി വരില്ല കണ്ണേട്ടൻ, പിണങ്ങി പോയി. ഷോ പൊക്കോ കണ്ണേട്ടാ, പോയിക്കോ, ലക്കി വേണ്ട, നീ ഇങ്ങനെ നിന്നോ കേട്ടോ, ഇനി കണ്ണൻ ചേട്ടൻ വരത്തില്ല. ആ ദേ പോയി, ദേ ടാറ്റ. പോയി, ഞാൻ പോവാ. കണ്ണേട്ടൻ പിണങ്ങി നിൻ്റെ അടുത്ത്, ഇനി ആരും കൂടൂല. പോണ്ടെന്ന് വരാവാ, പറ കണ്ണേൻ്റെ അടുത്ത് പോണ്ട. ദേ ദേ നിൽക്കുന്നു, വന്ന് നോക്ക്. ദേ നീ ഒന്ന് വന്ന് നോക്കിയേ. ഇങ്ങോട്ട് വന്ന് നോക്ക്. പൊക്കോ കണ്ണേട്ടൻ, കണ്ണേട്ടൻ പോയിക്കോ കേട്ടോ. ഓക്കെ ശരി, ബൈ ബൈ. അയ്യോ പെട്ടു, കണ്ടിട്ട് പോയി ഓടി വന്നാ. അയ്യോ ഞങ്ങളെ പറ്റിച്ചു.
അങ്ങനെ വലിയ സാഹസത്തിനൊടുവിൽ അവനെ കുളിപ്പിച്ച് കൂട്ടിലാക്കി. ഇനി ഉണങ്ങി കഴിഞ്ഞാൽ പുറത്തുവിടുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം തന്നെ വീട്ടിൽ ചെലവും. എൻ്റെ അമ്മ വിളിക്കൊന്നും വേണ്ട, പരാതി പറയാണ്. എന്താടാ അപ്പോൾ നമ്മൾ വിരുന്നിന് പോകാൻ പോവാം. നമ്മൾ ഊണൊക്കെ കഴിച്ചു, വേഗം കഴിക്കേണ്ടി വന്നു കാരണം ഒരുപാട് ടൈം പോയി. അത് കാരണം നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വിരുന്നിന് പോകാൻ പോവാം. ഓക്കെ, നമുക്ക് പോവാം. വീട്ടിൽ വിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതെ, നമ്മളപ്പോൾ ഒരു ഓറഞ്ച് കിട്ടി തീർത്ത് കുഞ്ഞോറഞ്ച് കേസ് നമ്മൾ നെക്സ്റ്റ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലോട്ടാണ് നമ്മൾ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ടോപ്പ് നോക്കണം എന്നിട്ട് സീമാസിൽ കയറിയേക്കാം. ഞങ്ങളിന്ന് നന്ദഗോവിന്ദത്തിൻ്റെ പരിപാടി ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. നന്ദഗോവിന്ദത്തിൻ്റെ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ പടത്തിന് പോകാൻ വിചാരിക്കുക. അവിടെ പിന്നെ കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര തിരക്കാണ്. പോയിട്ട് ഇവിടെ കാര്യമൊന്നുമില്ല, വേറെ ടി വിയിൽ നിന്ന് കാണാം, തിരക്കൂടി കണ്ടെന്നല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് ഡ്രസ്സ് എടുത്ത് പടത്തിന് കയറാൻ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ നമ്മൾ വിരുന്നും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. ഇനിയിപ്പം ഇപ്പോൾ 6 മണിയായി. നമുക്ക് 8 മണിക്ക് നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സിനിമ കാണാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പൊക്കെ നാളത്തേക്ക് ഇപ്പോൾ നേരെ തിരിച്ച് നമ്മൾ കൊച്ചിയിൽ തന്നെ പോകും. അപ്പം അതിനുള്ളതൊക്കെ പാക്ക് ചെയ്തൊക്കെ വെക്കണം. അതിൻ്റെ പനിയിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം സമയമില്ല, ഇനിയിപ്പോൾ വേഗം പാക്ക് ചെയ്ത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കിടക്കാറാവും. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. സൺഡേ കഴിഞ്ഞു. എന്ത് കഷ്ടമല്ലേ, നമുക്ക് ആകെ കിട്ടുന്നത് സൺഡേ ആവും. പെട്ടെന്ന് പോകും സമയം. നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കുക. ഒറ്റക്കുട ചൂടി തമ്മിൽ തോളോടു തോൾ നീങ്ങിന പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത പടം. സൂപ്പർ. ഞങ്ങളിപ്പോൾ പോപ്കോണൊക്കെ വാങ്ങിച്ചിരിക്കാം. അയ്യോ, എനിക്കിങ്ങനെ ഇങ്ങനെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ധരിച്ച് സിനിമ ദേഷ്യം ഇങ്ങനെ അല്ലേ, എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട്. സൂപ്പർ പടം അല്ലേ ഗൈസ്? അപ്പോൾ സിനിമയൊക്കെ കണ്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. സൂപ്പർ പടം അല്ലേ? അടിപൊളി പടം, അടിപൊളി പടം. അതെ, എണീറ്റും നമുക്ക് രണ്ടുപേരും ഇരിക്കാൻ തോന്നും, അതുപോലത്തെ ഒരു പടം. സൂപ്പർ പടം, ഭയങ്കര ഇഷ്ടമായി. സാധാരണ ഞാനിങ്ങനെ ഇടിപ്പടമൊന്നും കാണാത്തതാണ്, പക്ഷെ ഈ പടം എനിക്ക് ഇഷ്ടമായി.
ഇത് അടിപൊളിയായി, നല്ല പടമായി. കിട്ടില്ലായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഇടി. ഓഹോ സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ സൺഡേ കഴിഞ്ഞു ഗൈസ്. 11 മണിയായി, സൺഡേ കഴിഞ്ഞു. നാളെ മുതൽ വീണ്ടും വർക്ക്. അപ്പോൾ നമ്മുടെ സൺഡേ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വേറെ ഏതെങ്കിലും ഒരു സൺഡേ വ്ലോഗ് കേട്ട് നമുക്ക് വരാം. ബൈ.